ഹിറ്റായി ഗ്രാമവണ്ടി. ജില്ലയിൽ ആദ്യമായി ആരംഭിച്ച ഗ്രാമവണ്ടി സർവീസ് ഒന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വരുമാനം ലഭിക്കുന്ന സർവീസ് കൂടിയായി മാറി വിജയഗാഥ തീർക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് യാത്രാക്ലേശം അനുഭവിക്കുന്ന ഗ്രാമങ്ങളിൽ ഗതാഗത സൗകര്യമൊരുക്കുന്ന KSRTCയുടെ പദ്ധതിയാണ് ഗ്രാമവണ്ടി. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് വയനാട് ജില്ലയിൽ ആദ്യമായി 2023 ജനുവരി 6 ആരംഭിച്ച ഗ്രാമവണ്ടി സർവീസ് നാട്ടുകാർ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. മാനന്തവാടിയിൽ നിന്നും 2-4 എടവക പഞ്ചായത്ത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി മിനി ക്യാമ്പസ്, കാരക്കുനി വഴി അംബേദ്കർ ക്യാൻസർ സെൻ്ററിലേക്കാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത്. ക്യാൻസർ സെൻ്ററിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ചാർജിൽ ആശുപത്രിയിൽ എത്താൻ കഴിയുന്നു എന്നതാണ് ഒരു നേട്ടം. മാനന്തവാടിയിൽ നിന്നും ക്യാൻസർ സെൻ്ററിലേക്ക് ഏറ്റവും ദൂരം കുറഞ്ഞതും ഏറ്റവും മനോഹരമായതുമായ വഴിയിലൂടെയാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത്. ഉപകാരപ്പെട്ട വണ്ടിയാണ്. കാരണം ആദ്യം ഈ റൂട്ടിൽ ജീപ്പായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യാത്രക്കാർക്കൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും കാരണം കുറേ സമയം നിർത്തി ആൾക്കാർ നിർന്നിട്ടായിരുന്നു ബസ് ജീപ്പ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്രാമവണ്ടി വന്നേ പിന്നെ മാനന്തവാടി കാരക്കുനി പോകുന്നവർക്കൊക്കെ നല്ല ഉപകാരമാണ്. എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് എല്ലാ ടൈമിലും എല്ലാവരും കയറ്റി നല്ല ബസ്സാണ്, നല്ല സർവീസാണ്. ഇതുവരെ ട്രിപ്പൊന്നും മുടക്കിയിട്ടില്ല. എല്ലാവർക്കും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. 2-4 പള്ളിക്കൽ, ചേമ്പിലോട്, കാരക്കുനി എന്നീ പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി മിനി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കും മാനന്തവാടിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കും ക്യാൻസർ സെൻ്ററിലെ ജീവനക്കാർക്കും നാട്ടുകാർക്കും കുറഞ്ഞ യാത്രാക്കൂലിയിൽ എത്തിച്ചേരാൻ ബസ് വന്നതോടുകൂടി കഴിഞ്ഞതോടൊപ്പം തന്നെ വർഷങ്ങളായി പ്രദേശത്തെ യാത്രാ ദുരിതത്തിനും പരിഹാരമാവുകയായി. സർവീസ് ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ ഒരു ട്രിപ്പ് പോലും മുടങ്ങാതെ ഹിറ്റിലേക്ക് കുതിക്കുന്ന ഗ്രാമവണ്ടിക്ക് പ്രതിമാസം വരുമാന ഇനത്തിൽ ലഭിക്കുന്നത് 2 ലക്ഷത്തോളം രൂപയാണ്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.